നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലോകിനെ ഇറക്കാനായിട്ട് പഠിച്ച പണി 18 നടത്തുന്നുണ്ട് അച്യുതനും അനന്തനും ഒക്കെ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. കാരണം അത്ര നല്ല കേസായിരുന്നത്, നല്ല ശക്തമായ ഒരു കേസായതുകൊണ്ട് പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റില്ല. പോരാത്തതിന്റെ സ്ത്രീ പീഡനം കൂടെ അല്ലേ. അലോക് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസിന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ച അപ്പൊ പിന്നെ അവനെ പെട്ടെന്ന് അങ്ങനെ ഇറക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലംകാർക്കുണ്ടായിരുന്നു. ഇനിയിപ്പം അടുത്ത ദിവസം മുതൽ വിചാരണ തുടങ്ങുവാണ്. അങ്ങനെ വിചാരണ തുടങ്ങി കഴിയുമ്പോൾ അറിയാം ഇനി അവൻ അകത്തോട്ടോ പുറത്തോട്ടോ എന്നുള്ള കാര്യം. അപ്പം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടകാരിയാന്നുള്ള കാര്യം ഈ പറയുന്ന ബാലനാണെങ്കിലും അനുസരിക്കാണെങ്കിലും എല്ലാവർക്കും അറിയാം. ധർമ്മൻ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഗോമതിയോടാണെങ്കിലും അതെ, സൂക്ഷിച്ചൊന്നിരുന്നോളം പറയാൻ പറ്റില്ല കൃഷ്ണമംഗലത്ത് നിന്ന് എങ്ങനെയായിരിക്കും പ്രതികരണം ഉണ്ടാകുന്നതെന്ന്. ഈ പറയുന്ന അച്യുതൻ വെറുതെ ഇരിക്കില്ല. അച്യുതൻ വെല്ലുവിളിയായിട്ട് ഇറങ്ങിയിരിക്കുക. അത് ധർമ്മൻ അറിയാവുന്ന കാര്യമാണ്. അച്യുതേട്ടൻ വെറുതെ ഇരിക്കില്ല, പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുവാന്ന്. അപ്പൊ ഒന്ന് സൂക്ഷിച്ചിരുന്നോളം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് ബാലൻ വന്നിട്ട് അനുവിനോട് പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ടിരിക്കണം. നിനക്ക് വേണ്ടിയിട്ടാ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പോരാടിക്കൊണ്ടിരിക്കുന്ന അറിയാലോ. നീ അനുഭവിച്ച വേദന, അപമാനം, അതിനെല്ലാം നമുക്ക് പ്രതികാരം ചെയ്യണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അനുവിന് കുറച്ച് ധൈര്യമൊക്കെ തോന്നി. കാരണം ബാലിനൊരു ലൈവ് പോയതൊക്കെ അനുവിന് വേണ്ടിയെന്ന് അനുവിന് നന്നായിട്ടറിയാം. ജീവനോടൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കേണ്ട പെൺകുട്ടിയായിരുന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞ അവനാണ് അലോക്. അപ്പൊ അതിനുള്ള പകരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ബാലിനും കട്ട കലിപ്പായിരുന്നു. തൻ്റെ മോളോട് അവരും ചെയ്തേ. തൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടേണ്ടത് തട്ടി എറിഞ്ഞവൻ അവന്. അങ്ങനെ ഒടുവിൽ ബാലൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അടുത്ത ദിവസം വിചാരണ തുടങ്ങാൻ പോവാ. 2 ദിവസം കഴിയുമ്പോഴത്തേനും വിചാരണ തുടങ്ങും. അപ്പം അവന് കോടതിയിൽ ഹാജരായി കഴിയുമ്പോൾ മോളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയണം. എന്താ പറയേണ്ടതെന്ന് മോൾക്കറിയാലോ. സംഭവിച്ച എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഒരുപക്ഷെ മോള് കോടതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കണം. മോളെ പോലെയുള്ള അനേകം പെൺകുട്ടികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കണം മോള് കോടതിയിൽ ബാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒത്തിരി അധികം പെൺകുട്ടികൾ ഇങ്ങനത്തെ വേദനകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്, പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ മോളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം അച്ഛാ, എനിക്കറിയാം. ഒരു കാരണവശാലും മോള് തളർന്നു പോവരുത്. തളർത്താനായിട്ട് പലയിടത്തു നിന്നും സ്വാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ പറയുന്ന കൃഷ്ണമംഗലക്കാര് കാല് പിടിച്ച് വരുമെന്നൊക്കെ അറിയാം. അതിലൊന്നും പതറില്ലെന്ന് പറഞ്ഞു. ഇല്ലച്ചാ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ബാലിന് ആത്മധൈര്യം കൊടുക്കുന്നുണ്ട് അനുവിന്. അനു തളർന്നിരിക്കുന്ന സമയത്ത് ബാലിനാണ് ഇപ്പൊ അനുവിന് ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ബാലിന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് കൃഷ്ണമംഗലത്ത് ഇന്ദിരാമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ഇനി കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ കോടതി വിസ്തരിക്കാണ്ട് തുടങ്ങും. അപ്പൊ അനുവിന്റെ മൊഴി പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോഴറിയാം. ധർമ്മനോട് പറഞ്ഞു, എടാ ധർമ്മ, നീ ചെന്ന് അനുവിനോട് അങ്ങനെ സംസാരിക്കുവാണെങ്കിൽ കാര്യത്തിന് ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിരിക്കും. എന്താമ്മേ, ഞാൻ എന്താ സംസാരിക്കണ്ടേ? എടാ നീ ഒന്ന് ചെന്നിട്ട് പറ, അലോകിനെ എങ്ങനെയാലും വെറുതെ വരണം, അതിന് വേണ്ടിയിട്ട് അവൾ മൊഴി കൊടുക്കണോന്ന്. ഇത് കേട്ടപ്പോൾ ധർമ്മൻ ചോദിച്ചു, എന്താമ്മേ അമ്മ ഇങ്ങനെ പറയണേ? അവനെ കോടതി വെറുതെ വരണമെന്നോ? അവന് ശിക്ഷ കിട്ടണമേ. അവൻ ഒരിക്കലെങ്കിലും ശിക്ഷ കിട്ടണ്ടേ? അനുവിനോട് ചെയ്ത ക്രൂരത ചെറുതാണോ അവന്? അനുവിന്റെ വിവാഹം മുടക്കില്ലേ? അവൻ എന്ത് കൊടും ചതിയെ ചെയ്തേ? എടാ അവനൊരു അബദ്ധം. അമ്മേ, അബദ്ധമൊന്നുമല്ല. ഇതിനു മുമ്പ് പലവട്ടം അവന് ദേവമംഗലത്തുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആരിനെ ആണെങ്കിലും എല്ലാവരും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരങ്ങനെ ചെയ്തോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിത്രയ്ക്ക് ഒരു ആപത്തുണ്ടായ സമയത്ത് ഈ പറയുന്ന ആരിനൊന്നും ഇല്ലായിരുന്നെങ്കിൽ മിത്രയുടെ ജീവിതം എന്തായി തീർന്നനും? അവളെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? പക്ഷെ അതിന് പകരം അലോക് ചെയ്തത് എന്താ? അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുമല്ലേ ചെയ്തേ? അവളെ ദുരിതക്കയത്തിലേക്ക് തള്ളിയിട്ടില്ലേ? ഇനി എനിക്ക് പറ്റില്ല. ഞാൻ അവരുടെ മുമ്പിൽ പോയി കാല് പിടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അതെന്താണെങ്കിലും അമ്മ അത് മനസ്സിൽ വിചാരിക്കുകയും വേണ്ട. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. അവന് ശിക്ഷ കിട്ടണമെന്ന് തന്നെ പറയണേ. ഒരിക്കലെങ്കിലും ശിക്ഷ കിട്ടിയാലും അവൻ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അവൻ തരികട പരിപാടികളുമായിട്ട് ഇറങ്ങും. നമ്മെ ഇത്രയൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ നിർത്താറായില്ലേ? അതും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇന്ദിരാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ അനു മുറ്റത്ത് നിൽക്കുമ്പോഴത്തേനുമാണ് രാജശ്രീ മതിലിൻ്റെ അടുത്തേക്ക് വന്ന്. രാജശ്രീ വന്നിട്ട് അനുവിനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, എടി നീ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടേ, എൻ്റെ മോനെന്ന് ഇറങ്ങിക്കോട്ടെ, നിനക്കുട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അച്യുതണ്ണ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല, നിന്റെ സൂക്കേട് മാറ്റുന്നുണ്ട്. എടി ഒരുമ്പെട്ടോളെ, നീ ഈ വീട്ടിൽ വന്നിട്ട് എൻ്റെ മോനെ തല്ലിച്ചതയ്ക്കുകയോ ചെയ്തേ, എന്നിട്ട് അവനെതിരെ കേസും കൊടുത്തിട്ട് നീ അങ്ങ് സൂചിച്ചു വാഴുമല്ലേ. എൻ്റെ പാവം മോൻ ജയിലില്ല, ഇതിനെ നീ അനുഭവിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഘുവാണ്. ആ സമയത്ത് അച്യുതൻ ഇറങ്ങി വരുന്നേ. അച്യുതൻ വന്നിട്ട് പറഞ്ഞു, രാജശ്രീ ഇവൾ അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇവള് കണ്ടോ ഇനിയിപ്പൊ കല്യാണം ഒന്നും നടക്കാതെ മൂത്ത് നരച്ച് ഇവിടെ നിൽക്കത്തുള്ളൂ. നിന്നെ കെട്ടാൻ ആര് വരുമെന്ന് ഓർത്താടി ഇരിക്കുന്നേ. ആരെങ്കിലും വരട്ടെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ മോനെതിരെ ഇനി നീ കോടതിയിൽ എന്തേലും മൊഴി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരുന്നുണ്ട് ഈ അച്യുതൻ ആരാന്ന്. നീ കാണാൻ പോകുന്നുള്ളടി, ശരിക്കും കാണിച്ചു തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ വെല്ലുവിളികളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അനുവിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് അനു അകത്തേക്ക് കയറി വരുവാണ്. ആ സമയത്താണ് മീനാക്ഷി ഇത് കേൾക്കണേ. അപ്പോഴേക്കും ഗോമതി വന്നു. ഗോമതിക്ക് മനസ്സിലായി അച്യുതനും രാജശ്രീയൊക്കെ പറഞ്ഞൊക്കെ. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇപ്പം തന്നെ ചെന്ന് ചോദിച്ചിട്ടുള്ളൂ, ഇന്നങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, വേണ്ടമ്മേ, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട, അവരെന്തേലും പറയട്ടെ. എന്തേലും പറയാനോ? മോളെ, അവരെന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി മിത്ര എല്ലാവരും കൂടി ചേർന്ന് തടയുവാണ്. വേണ്ട, പോവണ്ടമ്മയെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി കയറി കെട്ടിപ്പിടിച്ചു. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. ഗോമതി പറഞ്ഞു, ഞാൻ ചെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ, അവരാരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മോൾക്ക് ഒരു പോറല് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം ഒക്കത്തിന്. ഈ ഗോമതി ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കുമാണ് ആര്യനെ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യം വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി മിത്രയ്ക്കൊന്ന് ഭയന്നു. കാരണം ആര്യൻ്റെ സ്വഭാവം പെട്ടെന്ന് മുറിയുണ്ട്, ആര്യം വെറുതെ വിടത്തില്ല. ആ സമയം ഗോമതി പറഞ്ഞു, എടാ മോനെ, അനുവിനെ അവർ കുറെ ചീത്തയൊക്കെ വിളിച്ചു അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതെല്ലാം കേട്ടോണ്ട് നീ എന്ത് കണ്ടോണ്ടിരിക്കുകയാണെന്നില്ല, നിനക്ക് നാളെ തിരിച്ചു പറയാൻ വരായിരുന്നോ? അവനെ പോലൊരു ഫ്രോഡ്, അവൻ അകത്ത് കിടക്കേണ്ടവനാ, അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ചെയ്യണ്ടേ, ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങാൻ പാടില്ല. അനു പറഞ്ഞു, വേണ്ട ആര്യം ചേട്ടാ, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ ആര്യ, എന്തിനാ അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, നമ്മുടെ ദേഹത്തോട്ട് അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ അലോകിന്റെ കാര്യം ഇതിനും കൂടെ ചേർത്ത് നമുക്ക് അലോകിന് കോടതി കൊടുക്കാം. നമ്മൾ മൊഴി കൊടുത്താൽ പോരെ, അനു എന്തായാലും മൊഴി കൊടുക്കൂലോ. പിന്നെ ഇപ്പം ഇവിടെ കിടന്നൊരു വാഗ്വാദം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല ധർമ്മം മാമനും അവിടെ ഉണ്ട്, മാമനും വിഷമമാവില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അതിന് തോന്നി ശരിയാണ്, മാമന് സങ്കടം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും. കാരണം മാമനിപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണം ചേർന്ന് സംസാരിക്കാൻ പറ്റുമോയെന്നറിയാം. അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും മാമനോടെ പോയി നിന്നാലും സ്നേഹം ദേവമംഗലത്തോടാന്നുള്ള കാര്യം ഈ പറയുന്ന ഗോമതിക്കൊക്കെയാണല്ലോ അറിയാം. കാരണം ദേവമംഗലംകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ധർമ്മന് വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം പറഞ്ഞ് 25,000 രൂപയുടെ പേരിൽ ബാലനുമായിട്ട് വഴക്കുണ്ടാക്കി പോയെന്ന് പറഞ്ഞാലും ദേവമംഗലംകാരെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത്രയും കാലം കഴിഞ്ഞല്ലേ ദേവമംഗലത്ത്, പെട്ടെന്ന് അങ്ങനെ മറക്കാനും പൊറുക്കാനും കഴിയത്തൊന്നുമില്ലല്ലോ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പം ചെന്ന് കിടന്ന് വഴക്കുണ്ടാക്കി ഇനിയിപ്പോൾ ഇവർ പറയുന്ന അനുസരിക്കാന്നൊരു ചിന്തയായിരുന്നു. ആ സമയം ഗോമതി പറഞ്ഞു, മോനെ ഇനി നോക്കട്ടെ, എന്തേലും ഇങ്ങനെ പ്രശ്നമായിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഗോമതിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലം തൻ്റെ പേരിലാന്നുള്ള കാര്യങ്ങൾ അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അച്യുതനും ഒക്കെ അവരൊക്കെ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അത് തട്ടിയെടുക്കാൻ വേണ്ടിയാ. അവിടെ പോയി താൻ നിന്ന സമയത്ത് തന്നെ കൊല്ലാൻ പോലും ശ്രമിച്ച, പക്ഷെ അതൊന്നും ഇതുവരെയായിട്ടും ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ അറിയുവാണെങ്കിൽ ബാലേട്ടൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം കോമതിക്ക് അറിയുകയും ചെയ്യായിരുന്നു. എന്താണെങ്കിലും ഇനിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല എന്നൊക്കെ ഗോമതി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.